ഓക്കെ, ഇന്ന് കേരളത്തിലെ ചെറിയൊരു ഭാഗം ആൾക്കാരുടെങ്കിലും മുന്നിൽ ഞാൻ പോക്സോ കേസ് പ്രതിയല്ല, പോക്സോ കേസ് ചെയ്ത ആളാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാരകളെ നമുക്ക് വെക്കാനും നിന്നെ. ഓക്കെ, പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കിയ ആളാണ്. ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണ്. ഇതിനെല്ലാം കാരണക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ തീറ്റിപ്പോറ്റിയ കുറച്ച് നാറുകള്. ഓക്കെ, ഇനി രണ്ടുപേരും കൂടെ തല്ലിയാൽ ആര് ജയിക്കുന്നുള്ളത് മുള്ളംകൊല്ലിയിലെ ദേശീയ പ്രശ്നമാണ്. വാനമ്പ്യാരെ, ഇതൊക്കെ ഒരു രസമല്ലേ? ഒന്ന് മുട്ടി നോക്കാന്ന് വെറുതെ സോഷ്യൽ മീഡിയയിൽ കാണിച്ച് ഇവന്മാരെ എക്സ്പോസ് ചെയ്തിട്ട് ഇവന്മാർ ഇത് ക്രെഡിറ്റ് ആയിട്ട് ഇവന്മാർക്ക് ഇത് കുഴപ്പമില്ല, ഇവന്മാർക്ക് റീച്ച് കിട്ടിയാൽ മതി. ഓക്കെ, എക്സ്പോസിങ് ഇതെല്ലാം ഞാൻ പറയട്ടെ. ഇത് കണ്ടോ, 2 ക്രിമിനൽ കേസുകളും പിന്നെ ഒരു ഡിഫേമേഷന്റെ ലീഗൽ നോട്ടീസ് ഓൾറെഡി അയച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി കളികൾ ഡയറക്റ്റ് ലീഗലി പോകാൻ പോയെന്ന്. ഓക്കെ, അങ്ങനെ ഒരു കലാകാരൻ കൂടി നാം ആവശ്യം. ഓ നന്നായി എന്ന് പറയണോ? അൺസൈക്കബിൾ. അല്ലാണ്ട് ഓനെ എങ്ങനെ ജീവിക്കാനാ? നേരെ ജയിലിൽ കയറ്റാം, അതന്നെയാണ് ഡയറക്റ്റ് നേരെ ഇമ്മാരെ ജയിലിൽ കയറ്റാന്നുള്ളതിന് ഉദ്ദേശം. ഇതിനു വേണ്ടി നീ സുപ്രീം കോടതി വരെ പോണ്ടി വന്നാലും ശരി. അടിച്ചു തീർക്ക്. അബോർഷൻ കേസാണെന്ന് എനിക്കറിയില്ല, പക്ഷെ സ്റ്റിൽ സമൂഹത്തില് ഒരാളെ നാറ്റിക്കണമെങ്കിൽ ഫസ്റ്റ് മൈൻഡിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇവരെനിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അലിഗേഷൻ എന്ന് പറഞ്ഞാൽ തെളിവില്ലാണ്ട് ഒരു അലിഗേഷൻ ഇതാക്കുമ്പോ എവിടെ പോകാൻ അവന്മാരെന്റെ ചുറ്റും കൂടി വെറുതെ പേടിപ്പിക്കാം, വെറുതെ റൗണ്ട് ചെയ്യാന്ന്. ഞാൻ പോക്സോ കേസ് പ്രതിയാന്ന് പറയുമല്ലോ, പോക്സോ കേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ എന്തെങ്കിലും കേരളത്തിലെ ലോകത്തെ ഏതെങ്കിലും ഒരു പെണ്ണ് എനിക്കെതിരെ പറയണം. ഓക്കെ, ഒരാളെങ്കിലും എനിക്കെതിരെ പറഞ്ഞെങ്കിൽ ഓക്കെ, ഒരു ഇതും ഇല്ലാണ്ട് വന്ന് വെറുതെ പച്ചക്ക് വിളിച്ചു പറയാം അബോർഷൻ ചെയ്തെന്ന്. ആര് ഒരാളെ പറഞ്ഞപ്പോ അത് ഇത്രത്തോളം കടന്നു കൈയായിരിക്കും നീ കരുതിയില്ല. ആറാട്ട് നന്നാവണമെന്ന് ആനയ്ക്കുണ്ടോ നിർബന്ധം? അതിന് കുറെ പട്ടയും മടലും തിന്നണം. എന്റെ വീട്ടില് ഞാനില്ലാത്തപ്പം ഡ്രഗ്സ് കയറ്റിട്ട് എന്റെ അലമാരയിൽ ഡ്രഗ്സ് എടുക്കുന്നതായിട്ട് വീഡിയോ എടുത്തു വെച്ചേക്ക. ഇത് എത്ര മാസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ? ഇവര് വന്ന മുതലുള്ള പ്ലാൻ ഞാൻ വിചാരിച്ചു 3 മാസം മുമ്പാണ് ഇവർ എന്നെ കൊടുക്കാനുള്ള പ്ലാൻ തുടങ്ങി. ഇത് ഇവര് ജാസിന്റെ വായി തന്നെ ഇന്നലെ അറിയാണ്ട് വന്നിട്ട് 1 മാസം കഴിഞ്ഞപ്പോ തുടങ്ങിയ പ്ലാനിങ് ആണ്. അപ്പൊ ഇവര് ഇവളെങ്ങ് അരുതബു അരുത് എന്തെല്ലാം ഉണ്ടാവും, എന്തെല്ലാം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവും വീട്ടില് ഉള്ള സമയത്ത് തന്നെ. എന്തൊക്കെ ഇനി നാളെ ഒരു മനുഷ്യ പറയാം വീട്ടിന്റെ താഴെ ഞാനെയും കൊന്നിട്ട് കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവര് ഓരോന്ന് പറയുമ്പോ പിറ്റേ ദിവസം ഞാൻ വന്നിട്ട് അത് തെളിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഡയറക്റ്റ് നിയമപരമായിട്ട് പോയെന്ന്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു കേസ് സെപ്പറേറ്റ് ഞാൻ ഡ്രഗ്സിന് തന്നെ വേറത്തെ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ എന്നെ പോക്സോ ആളെന്ന് പറഞ്ഞതിന്റെ തെളിവില്ലാണ്ട് പറഞ്ഞതിന്റെ ഇത് കേസ്. ഓക്കെ, എന്നിട്ട് പറയുന്നത് എല്ലാത്തിനെയും പിടിക്കണം. MRG ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്നെ അടക്കം ചെക്ക് ചെയ്യണം, ചോദ്യം ചെയ്യണം. ഇവന്മാരെ എല്ലാത്തിനെയും പിടിച്ചിട്ട് ഓരോ റൂമിലിട്ട് ചോദ്യം ചെയ്താൽ പുറത്തു വരും സാധനങ്ങൾ. ഓക്കെ, ഈശ്വര ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. ഈശ്വര, ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. അത് തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞത്. നിങ്ങൾ പറയണ എന്ത് വേണമെങ്കിലും ചെയ്യാം, നാട്ടുകാരെ വിളിച്ചുകൂട്ടി നാട്ടിക്കരുത്. വിളിച്ചു പറഞ്ഞോളൂ. കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള, വലിയ വെടിനാല് ചെറിയ വെടിനാല്.